ക്രിസ്തുവില് എത്രയും സ്നേഹം നിറഞ്ഞവരും, നോമ്പ് കാലം 4-ാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കും എന്ന ശൈലി ഒരേ സമയം ശരിയാണെന്ന് തെളിയിക്കുകയും എന്നാൽ തിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാഴ്ച ലഭിച്ച അന്ധൻ ഒടുവിൽ യേശുവിനെ കാണുകയും അവിടുന്ന് ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് സമ്മതിക്കുകയും ചെയ്തതിലൂടെ അത് സത്യമാണെന്ന് തെളിയുന്നു. ആ അന്ധൻ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ മറുവശത്ത് കാഴ്ചയുള്ളവരായിരുന്നിട്ടും ഫരിസേയർ യേശു ആരാണെന്ന് കാണാനും മനസ്സിലാക്കാനും സാധിച്ചില്ല. അല്ലെങ്കിൽ അവർ അതിന് തയ്യാറായില്ല. ആ അന്ധന് കാഴ്ച ലഭിച്ചു. എന്നാൽ കാഴ്ചയുള്ള ഫരിസേയരാകട്ടെ അന്ധരായി മാറി. അവരെല്ലാം കണ്ടിട്ടും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഈ സുവിശേഷ വിവരണത്തിലൂടെ യേശു താൻ ആരാണെന്നതിനെ കുറിച്ച് ചില സൂചനകൾ കൂടി നമുക്ക് നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നമ്മെ ഭൂമിയിലെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എന്നാൽ ഇവിടെ ആകട്ടെ യേശുവിൻ്റെ തുപ്പൽ ചേർത്തുണ്ടാക്കിയ ചെളി ആ അന്ധൻ്റെ അന്ധകാരത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയതിനൊപ്പം അന്ധകാരത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരിക എന്നതായിരുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ ആദ്യ പ്രവൃത്തിയെന്ന് നാം ഓർക്കണം. യേശു യഥാർത്ഥത്തിൽ ആരാണെന്നതിനെ കുറിച്ചുള്ള രണ്ടാമത്തെ സൂചന ആ ചെളി രൂപപ്പെടുത്താൻ അവിടുന്ന് വെള്ളം ഉപയോഗിച്ചില്ല എന്ന വസ്തുതയിൽ അടങ്ങിയിരിക്കുന്നു. യേശു വെള്ളമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ആ മനുഷ്യന് കാഴ്ച നൽകിയ അത്ഭുത ശക്തി വെള്ളത്തിൽ നിന്നാണെന്ന് ചിലർ പറഞ്ഞേക്കാം. എന്നാൽ അങ്ങനെയല്ല. അന്ധനായി ജനിച്ച ആ മനുഷ്യന് കാഴ്ച നൽകിയ അത്ഭുത ശക്തി തന്നിൽ നിന്ന് മാത്രമാണ് ഉത്ഭവിച്ചതെന്ന് തെളിയിക്കാൻ യേശു തൻ്റെ ഉമിനീർ തന്നെ ഉപയോഗിച്ചു. യേശു ആരാണെന്ന് ആ അന്ധൻ തിരിച്ചറിഞ്ഞത് ക്രമേണയുള്ള ഒരു പ്രക്രിയയിലൂടെയായിരുന്നു. ആദ്യം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ യേശു എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ചെളിയുണ്ടാക്കി തൻ്റെ കണ്ണുകളിൽ പുരട്ടിയെന്നും ശിലോഹാം കുളത്തിൽ പോയി കഴുകാൻ തന്നോട് പറഞ്ഞുവെന്നുമാണ് അയൽക്കാരോട് പറഞ്ഞത്. യേശു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ തനിക്കറിയില്ല എന്നായിരുന്നു അവൻ്റെ മറുപടി. തൻ്റെ കാഴ്ച തിരിച്ചു നൽകിയ ആളെക്കുറിച്ച് ചോദിച്ച ഫരിസേയരുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഒരു പ്രവാചകനാണ് എന്നാണ് ആ അന്ധൻ മറുപടി നൽകിയത്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ യേശു ഒരു പാപി അല്ലാതെ മറ്റാരുമല്ല എന്ന് വിശ്വസിക്കാനായിരുന്നു ഫരിസേയർക്ക് താല്പര്യം. ഒടുവിൽ ഈ സംഭവത്തിൻ്റെ അവസാനത്തിൽ യേശു അവനെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. അവനെ കണ്ടുമുട്ടിയപ്പോൾ യേശു മനുഷ്യപുത്രനാണെന്നാണ് അവൻ ഏറ്റുപറയുകയും അവിടത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് മാത്രം നൽകുന്ന ഒന്നാണല്ലോ ആരാധന. ദൈവത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ആരാധിക്കുന്നത് ദൈവനിന്ദയും വിഗ്രഹ ആരാധനയുമാണ്. ചുരുക്കത്തിൽ കാഴ്ച ലഭിച്ച ആ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ ആ അന്ധനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ കണ്ടാലേ വിശ്വസിക്കൂ എന്നത് സത്യമായി ഭവിച്ചു. ഈ ശൈലിയിലൂടെ സംശയാസ്പദമായ വശം നമുക്ക് ഫരിസേയരിൽ കാണാൻ സാധിക്കും. അവർക്ക് കാഴ്ചയുണ്ടായിരുന്നിട്ടും വാസ്തവത്തിൽ അവർ അന്ധരായിരുന്നു. ദൈവത്തിൽ നിന്നകന്ന് അന്ധകാരത്തിലേക്ക് അവർ ജീവിച്ചിരുന്നത്. ആദ്യം അവർ യേശുവിനെ കുറിച്ച് ഒരു തീർപ്പിലെത്താതെ മാറി നിൽക്കുകയായിരുന്നു. അന്ധന്റെ സാക്ഷ്യത്തിൽ സംശയം തോന്നിയ അവർ അവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അവർ തങ്ങളുടെ സാക്ഷ്യം നൽകിയെങ്കിലും അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഫരിസേയരെ ഒട്ടും സഹായിച്ചില്ല.
അവരുടെ സംശയം വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത്. അവർ യേശുവിനെ ഒരു പാപിയായി പ്രഖ്യാപിക്കുകയും ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാനായി അന്ധനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. താൻ നേരത്തെ തന്നെ സാക്ഷ്യം നൽകി കഴിഞ്ഞതാണെന്ന് അവൻ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ അത് കേൾക്കാൻ തയ്യാറാകാത്തതെന്ന് അവൻ ഫരിസേയരോട് തുറന്നടിച്ചു. അവൻ തുടർന്ന് പറഞ്ഞു, ഇതൊരു അത്ഭുതകരമായ കാര്യമാണല്ലോ. അവൻ എൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു, എന്നിട്ടും അവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് അറിയില്ലെന്ന് നിങ്ങൾ പറയുന്നു. ആ അന്ധൻ ആത്മീയ ഉൾക്കാഴ്ചയിലേക്ക് വളർന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടുത്തെ ആത്മീയ നേതാക്കൾ പടിപടിയായി അന്ധകാരത്തിലേക്കും ആത്മീയ അന്ധതയിലേക്കും നീങ്ങുകയായിരുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു അവരുടെ മുന്നിൽ നിന്നിട്ടും സ്വന്തം കഴിവിലുള്ള അമിത വിശ്വാസവും അന്ധമായ അഹങ്കാരവും അവരെ ഇരുട്ടിലേക്ക് നയിച്ചു. ഈ സുവിശേഷ വിവരണത്തിലൂടെ വിശുദ്ധ യോഹന്നാന്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് നാം വീണ്ടും അഭിമുഖീകരിക്കുന്നത്. ക്രമരഹിതമായ അവസ്ഥയിൽ നിന്നുള്ള ക്രമീകരണം, അന്ധകാരത്തിൽ നിന്നുള്ള പ്രകാശം, തിന്മയിൽ നിന്നുള്ള നന്മ, മരണത്തിൽ നിന്നുള്ള ജീവൻ എന്നിവയാണ്. 2026 നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ യഥാർത്ഥ പോരാട്ടം എന്തിനെക്കുറിച്ചാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായും ഇറാഖിലെ സാഹചര്യം നമ്മെ അസ്വസ്ഥരാക്കുന്നു. സമ്പദ് വ്യവസ്ഥ തളർച്ചയിലാണ്. മയക്കുമരുന്നും അശ്ലീല സാഹിത്യവും നമ്മെ വേട്ടയാടുന്നു. ജീവിത ചെലവ് താങ്ങാനാവാത്ത വിധം വർദ്ധിച്ചു വരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? അവിടത്തെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും നമുക്കുണ്ടോ? അതോ നമ്മുടെ അനേകം ഉത്കണ്ഠകൾ നമ്മെ അന്ധരാക്കുന്നുണ്ടോ? ദൈവത്തെ കണ്ടെത്താൻ നാം അമിതമായി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത്ഭുതകരമായി കാഴ്ച ലഭിച്ച അന്ധനെ യേശു തേടി ചെല്ലുന്നത് പോലെ അവിടുന്ന് നമ്മയും തേടി വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നമ്മുടെ അടുത്തേക്കുള്ള വരവാണ് അടിസ്ഥാനപരമായ ചലനം. ആദത്തെയും ഹവ്വയെയും തേടി ഏദൻ തോട്ടത്തിൽ ദൈവം എത്തിയ സമയം മുതൽ ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ നമുക്കിടയിൽ അവിടുന്ന് ജനിച്ച കാലം വരെയും പെന്തക്കോസ്ത നാളിൽ നമ്മളിലേക്ക് എഴുന്നള്ളിയ സമയം മുതൽ ഈ നിമിഷം വരെയും ഈ വിശുദ്ധ കുർബാനയിൽ പോലും ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ലോകത്തിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരത്തിന് അതിനെ കീഴ്പ്പെടുത്താൻ ആവില്ല. നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു അന്ധകാരം എന്നത് നമ്മുടെ ജീവിതത്തിലെ ദൈവ സാന്നിധ്യത്തോടുള്ള നമ്മുടെ തന്നെ ശ്രദ്ധാകുറവും കാഴ്ചപ്പാടുമില്ലായ്മയുമാണ്. നാം മനഃപൂർവ്വം ദൈവത്തെ അവഗണിക്കുകയോ അവിടുത്തെ സാന്നിധ്യത്തിന് നേരെ അന്ധത നടിക്കുകയോ ചെയ്യുന്നില്ല എന്നത് ഒരുപക്ഷെ സത്യമായിരിക്കാം. എന്നാൽ കണ്ടാലേ വിശ്വസിക്കൂ എന്നതാണെങ്കിൽ കാണാൻ കഴിയാത്ത പക്ഷം നമുക്കെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നതിനായി മാറ്റിവച്ചിരിക്കുന്ന സമയമാണ് വലിയ നോമ്പ്. ലൗകികമായ എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും അല്പം മാറി നിന്ന് നമ്മുടെ ആത്മാവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കാനും അതിനായി സമയം കണ്ടെത്താനുമുള്ള കാലയളവാണിത്. നമ്മുടെ വിശ്വാസത്തെയും ബോധ്യങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിനായി ആ അന്ധനൊപ്പം ചേർന്ന് നാം ഇങ്ങനെ ചോദിക്കേണ്ടതുണ്ട്: കർത്താവേ, എനിക്ക് കാഴ്ച ലഭിക്കട്ടെ. എന്നിട്ട് ആ അത്ഭുതത്തിനായി കാത്തിരിക്കുക. നമ്മുടെ ഇരുളടഞ്ഞ നാളുകളിൽ ലോകത്തിൻ്റെ പ്രകാശത്തെ ദർശിക്കാനാവുന്ന ആ അത്ഭുതത്തിനായി. നമ്മുടെ അന്ധത ഫരിസേയരുടേതുപോലെയുള്ള ഒന്നല്ല, മറിച്ച് ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാത്ത വിധം നാം അമിത തിരക്കിലായി പോകുന്നു. ഈ ലോകത്തിൻ്റെ ഉത്കണ്ഠകളിൽ അമിതമായി വ്യാകുലപ്പെടുന്നു എന്നതാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയുടെ പ്രകാശം കാണാൻ എന്നെ അനുവദിക്കണമേ.
എൻ്റെ ജീവിതത്തിലെ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കണ്ണുകൾ തുറക്കണമേ. കാരണം അവിടുന്ന് ആരാണെന്നും അവിടത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും എനിക്കറിയാം. കർത്താവേ, എനിക്ക് കാഴ്ച ലഭിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.